ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസും അഖിലേന്ത്യാ തലത്തിലെ കോൺഗ്രസ് രണ്ടാണ്. അതിന്റെ പൊളിറ്റിക്സ് തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയോടാണ് ഇപ്പം ഏറ്റവും അവർ എതിർക്കുന്ന വെൽഫെയർ പാർട്ടി കൂടിയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അവർ ഭയങ്കരമായിട്ട് സ്വീകരിക്കും. ഇപ്പം ഇവരെ പോലെ ഒളിച്ചു നിൽക്കില്ല, സ്വീകരിക്കുന്ന. കാരണം അതിന് കാരണം സണ്ണിയോ നമ്മൾ ആരെങ്കിലും ഇടതുപക്ഷത്തോട് ബന്ധപ്പെട്ടാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഫോർമറ്റ് വളർച്ച പ്രധാനമാണ്. അവിടെ നമുക്ക് ക്രിയേറ്റീവായിട്ട് യഥാർത്ഥത്തിൽ റോളില്ല. കോൺഗ്രസിൽ തന്നെയാണ് BJP ഉണ്ടായത്. നമ്മൾ അറിയേണ്ട കാര്യം അതല്ലേ. ദേശീയവാദത്തിൻ്റെ പരീക്ഷീണ അവസ്ഥയിൽ നിന്നാണ് അതിനെ അട്ടിമറിച്ച് കൊണ്ടാണല്ലോ BJP ഉണ്ടായത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഈ ദൗർബല്യം എന്ന് പറയുന്നത് ഒരു പുതിയ സാമൂഹ്യ രൂപീകരണത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് ഭയമാണ്. മറ്റുള്ളവർ ചോദ്യം ചെയ്താൽ പേടിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു പേടിയില്ലെന്നുള്ളതാണ്. അതാണ് വേറൊരു കാര്യം. ഇപ്പോൾ SDPI എന്ന് പറയുന്നത് ഭയങ്കരമായ പേടിപ്പെടുത്തും. പക്ഷേ SDPI ചെറിയ രീതിയിൽ തന്നെ ഇപ്പം ഇടതുപക്ഷ അനുകൂലമായപ്പം തന്നെ അവരോടുള്ള ഒരു മിണ്ടാട്ടം പോലും ഇല്ല, അവരൊരു ശത്രുതയില്ല. ഇപ്പം കർണാടക എത്രയോ BJP എത്ര ഭയങ്കരമായിട്ട് ഭരിച്ചിരുന്ന സ്ഥലം. അവിടെയാണ് ഈ ഹെയ്റ്റ് രൂപീകരണം മുഴുവൻ നടന്നത്. ഈ പശുക്കൊല നടന്നതും വന്ദേമാതരം പാടിപ്പിക്കൊണ്ട് മുസ്ലിങ്ങളെ കൊല്ലുക അടക്കം ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് നടന്നതല്ല. അവിടെ ഇപ്പം അടച്ചു കൂട്ടി കളഞ്ഞു, അവർ ഒരു വിധത്തിലും ഇല്ലാതെ ആക്കി കളഞ്ഞു. രാത്രി മാത്രമല്ല, വളരെ ശക്തമായൊരു മതേതര പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അംബേദ്കറേറ്റ് മതേതര പൊളിറ്റിക്സിൻ്റെ സ്ഥാനമുള്ള നാടായി കഴിഞ്ഞു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അഖിലേന്ത്യാ തലത്തില് രാഹുൽ ഗാന്ധി അതുപോലെ ഖാർഗെയൊക്കെ വെക്കുന്ന ഒരു പൊളിറ്റിക്സാണ് കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് അപ്പോൾ എനിക്ക് തോന്നുന്നത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഒരു ഭരണവർഗ പാർട്ടികളായി മാറിയിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ ഭാഗമല്ലാതായിരുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് പ്രദേശങ്ങളിൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയമായിരുന്നു. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ പഴയ കോൺഗ്രസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ അവർ ഭരിക്കുന്നുള്ളൂ. മറ്റു പല പാർട്ടികളാണ് ആ സ്ഥലത്തുള്ളത്. മറ്റുള്ളൊരു അഖിലേന്ത്യ പിക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഖിലേന്ത്യ പാർട്ടി എന്നല്ലാതെ അതിൻ്റെ ഒരു പഴയൊരു ശക്തി അതിനില്ല. ഈ ഒരു സമയത്ത് കോൺഗ്രസ് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അപ്പോൾ നേരത്തെ ഒരു ഇൻക്ലൂസീവായിട്ട് പൊളിറ്റിക്സ് രാഹുൽ ഗാന്ധി ചെയ്യുന്നുണ്ട്, ഖാർഗെയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പൊളിറ്റിക്സ് നമുക്ക് ചില വിഭാഗങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ സതീശൻ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭരണവർഗ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മാറിയതിന്റെ ഭാഗമായിട്ടാണ്. അതായത് ഇപ്പോൾ സതീശൻ വേറെ അർത്ഥത്തിൽ സണ്ണിയെ കൂടുതൽ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇപ്പുറത്ത് നമ്മുടെ CK ജാനുവിൽ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. അതെല്ലാം ഒരുപാട് തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതായിട്ട് നമുക്ക് പേഴ്സണലിയും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, നമ്മളുടെ അംജേഷൻ സാറിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പൊസിഷൻ എടുത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായിച്ചാൽ ഇവിടെ നിന്നുള്ള ലിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. എന്നാൽ അഖിലേന്ത്യാ തലത്തിലെ ലിസ്റ്റിൽ അങ്ങനെ പേര് വരികയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ നിന്നുള്ള പോയ ലിസ്റ്റിലാണ് ആ പേരില്ലാതായത് പോയത്. ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസും അഖിലേന്ത്യാ തലത്തിലെ കോൺഗ്രസ് രണ്ടാണ്. അതിന്റെ പൊളിറ്റിക്സ് തന്നെ വ്യത്യാസമുണ്ട്. അത് ഭരണവർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൊരു മാറ്റമാണ്. ഇവിടെ കുറേ കൂടി ഭരണകൂടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. പുറത്താണെങ്കിൽ ഒരു പ്രതിപക്ഷത്തിന്റെ സ്വഭാവത്തിലാണ് രാഷ്ട്രീയം പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഒരു വ്യത്യാസമാണോ ഇങ്ങനെയൊരു മാറ്റത്തിന് കാരണം? ഈ കോൺഗ്രസിൻ്റെ ഒരു വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പുതിയതായിട്ട് പരിവർത്തനം വളരെ കുറഞ്ഞ, കേരളത്തിലാണ് ഏറ്റവും കുറവ്. ഇപ്പം കർണാടകത്തിലെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ കോൺഗ്രസ്സിലേക്കൊക്കെ ഇപ്പം വന്നിപ്പം കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് വന്നവർ ശരിക്കും ഗാർഖയും അടക്കമുള്ള, അവിടുത്തെ ഗാർഖയുടെ മകനാണ്. അപ്പോഴത്തെ അവിടെയുള്ള വലിയ ദലിത് പ്രാതിനിധ്യമുള്ള ഗവൺമെൻറ്റാണ്. തെലുങ്കാനയിലുമാണ്. പക്ഷേ അവിടെ ഒരു ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കി ഈ അകറ്റി നിർത്തുന്ന വിഭാഗങ്ങളെ മുഴുവനും ഇയാൾ മറ്റേ സ്റ്റാലിൻ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ മഹാരാഷ്ട്ര എന്ത് ചെയ്തു? മഹാരാഷ്ട്ര ഒരു കാരണവശാലും പുതിയതായിട്ട് വന്നവർ കൂട്ടാതെ പോയി. ഇത് കൂട്ടുവാണെങ്കിലോ എത്ര മാറ്റം വരും? ആ മാറ്റം വരുത്തുന്നത് മാത്രമല്ല, ഈ വിഭാഗങ്ങൾ ഇപ്പം നമ്മൾ ഉവൈസിയുടെ കാര്യം അറിയുക, ഇദ്ദേഹത്തിന് BJP ആയിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ BJP സ്വർണം പോലെ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഒരു താല്പര്യക്കുറവില്ല. ഇവിടുത്തെ പല മുന്നണികളെ പറ്റിയും മാർക്സിസ്റ്റ് ഉദാഹരണം പറയുക, മാർക്സിസ്റ്റ് പാർട്ടി ശക്തമായിട്ട് ഇവരെയൊക്കെ എതിർക്കുന്ന ആളാണ്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി എവിടെയാണ് ഇപ്പം ഏറ്റവും അവർ എതിർക്കുന്ന വെൽഫെയർ പാർട്ടി കൂടിയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി?
അവർ ഭയങ്കരമായിട്ട് സ്വീകരിക്കും. ഇപ്പം ഇവരെ പോലെ ഒളിച്ചു നിൽക്കില്ല, സ്വീകരിക്കുന്ന. കാരണം അതിന് കാരണം സ്വീകരിക്കുന്നു മാത്രമല്ല, അവരെ പല കമ്മിറ്റികൾ ചിലപ്പോൾ സ്ഥാനാർത്ഥി തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ സണ്ണിയുടെ കാര്യത്തിൽ നമ്മൾ പറയും, ഇവർ പറയുന്നുണ്ട് കോൺഗ്രസുമായിട്ട് എനിക്ക് ചെയ്തതും ഇടതുപക്ഷത്തോണ്ട് സണ്ണി താല്പര്യപ്പെടുമായിരുന്നെങ്കിൽ സണ്ണിക്ക് നല്ല സ്വീകരണം കിട്ടും. പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സണ്ണിയോ നമ്മൾ ആരെങ്കിലും ഇടതുപക്ഷത്തോട് ബന്ധപ്പെട്ടാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഫോർമറ്റ് വളർച്ച പ്രധാനമാണ്. അവിടെ നമുക്ക് ക്രിയേറ്റീവായിട്ട് യഥാർത്ഥത്തിൽ റോളില്ല, ഒന്നും ചെയ്യാനില്ല. അതാണ് കുഞ്ഞാമ സാറിൻ്റെ കാര്യമല്ല. കുഞ്ഞാമ സാറിന് വൈസ് ചാൻസലർ ആക്കാനായിട്ട് അവർ ശ്രമിച്ചത് തന്നെയാണ്, അല്ലാതെ അവർ ഒഴിവാക്കിയതല്ല. കുഞ്ഞാമ സാറാണ് ഒഴിവായത്. പക്ഷേ ഇന്നത്തെ കാലത്ത് മാറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത് രണ്ട് തരമാണ്. ഇപ്പം അഖിലേന്ത്യാ തലത്തിലൊരു പുതിയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നത്, കോൺഗ്രസ്സിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് കോൺഗ്രസ്സിൽ തന്നെയാണ് ബി ജെ പി ഉണ്ടായത്. നമ്മൾ അറിയേണ്ട കാര്യം അതല്ലേ. ദേശീയവാദത്തിൻ്റെ പരീക്ഷീണ അവസ്ഥയിൽ നിന്നാണ് അതിനെ അട്ടിമറിച്ച് കൊണ്ടാണല്ലോ ബി ജെ പി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഭയങ്കര സമരോത്സവ സ്വഭാവം ഉണ്ടാവും. ബി ജെ പി ഇപ്പം നമ്മൾ നോക്കുക, ബി ജെ പിയിൽ ഇപ്പം നിൽക്കുന്ന മുഴുവൻ ബി ജെ പി വിമർശകരല്ലേ. ഇപ്പം നമ്മൾ ഒരു കാലത്ത് ആലോചിക്കുക, നിതീഷ് കുമാറിനെ പോലെ വലിയ RSS വിമർശനം ഉണ്ടായിരുന്നില്ല. ഫ്രണ്ട് ഇപ്പം ആരാണ് ബി ജെ പി വിമർശകരും RSS വിരുദ്ധരല്ലാത്തവർ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ടുള്ളവർ? ചന്ദ്രബാബു നായിഡു, ഇവരൊക്കെ തന്നെയാണ്. അതുവാല മറ്റേ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിക്കാരല്ലാത്ത അവരുടെ ഫേസുകൾ മുഴുവനും ബി ജെ പി വിമർശകർ തന്നെയാണ്, അല്ലെ RSS വിമർശകരാണ്. അതിന് കാരണം എന്നാണ്? അവർക്ക് ഈ ജെന്റിൽമാൻ പൊളിറ്റിക്സ് ബാധകമായിരുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജെന്റിൽമാൻ പൊളിറ്റിക്സിനെ പറ്റിയുള്ള അവരുടെ തെറ്റിദ്ധാരണയാണ്. മതേതരത്വം എന്തു പറഞ്ഞ് എന്തോ എങ്ങനെയും ആയിരിക്കണം. ആ പഴയ സവർണതയുടെ കാലത്ത്, ഇപ്പം ബാബുവൊക്കെ എപ്പോഴും പറയാറില്ല, സവർണതയുടെ രൂപീകരണ ദിശയിൽ, ദേശീയവാദത്തിൻ്റെ രൂപീകരണ ദിശയിൽ തന്നെയാണ് അവരുടെ ബുദ്ധി ചലിക്കുന്നത്. അതിൽ കുറച്ച് മാറി ചിന്തിക്കാൻ മാത്രമാണ് ഈ സതീശൻ മാത്രം ശ്രമിക്കുന്നത്. അദ്ദേഹത്തിനൊരു വായനാശീലമുള്ളത് കൊണ്ടും പല അടുത്ത സാധാരണക്കാരുമായിട്ടൊക്കെ ഉള്ള ബന്ധമൊക്കെ കൊണ്ടായിരിക്കണം പലപ്പോഴും കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പരിചയക്കാരായ പലർക്കും വളരെ അടുത്ത ആൾക്കാർക്കൊക്കെ പുള്ളിയായിട്ട് ബന്ധമുണ്ട്. താഴ്ന്ന തട്ടുമായിട്ടും പുതിയ രൂപീകരണങ്ങളായിട്ടൊക്കെ കുറച്ച് ബന്ധപ്പെടാതാണ് ശ്രമിക്കുന്നത്. പിന്നെ ഈ ആശാസമരത്തോടൊക്കെ അദ്ദേഹം എടുത്ത നിലപാടൊക്കെ വളരെ വികസിച്ചതാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഈ ദൗർബല്യം എന്ന് പറയുന്നത് ഒരു പുതിയ സാമൂഹ്യ രൂപീകരണത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് ഭയമാണ്. മറ്റുള്ളവർ ചോദ്യം ചെയ്താൽ പേടിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു പേടിയില്ലെന്നുള്ളതാണ്. അതാണ് വേറൊരു കാര്യം. ഇപ്പോൾ എസ് ഡി പി ഐ എന്ന് പറയുന്നത് ഭയങ്കരമായ പേടിപ്പെടുത്തും. പക്ഷേ SDPI ചെറിയ രീതിയിൽ തന്നെ ഇപ്പം ഇടതുപക്ഷ അനുകൂലമായപ്പം തന്നെ അവരോടുള്ള ഒരു മിണ്ടാട്ടം പോലും ഇല്ല, അവരൊരു ശത്രുതയില്ല. അവർ ചെറിയൊരു വാക്കാ പറഞ്ഞുള്ളൂ. എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഇത് എടുത്തോടുകൂടി അവരെ പറ്റി ശത്രുതയില്ല. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് മാധ്യമത്തെ ഒരു വളരെയധികം ഉയർത്തുമായിരുന്നു, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിന് കാരണം കോൺഗ്രസിൽ നിന്ന് പൊരുതി ഇറങ്ങി വന്ന ആൾക്കാരാണ് മാർക്സിസ്റ്റുകളും ഈ ബി ജെ പിയും എന്നുള്ളത്. ബി ജെ പിയും തന്നെ ഹിന്ദുത്വത്തിനകത്തുനിന്ന് രൂപപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഫോർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ അടിസ്ഥാനപരമായിട്ടൊരു വേരുകൾ ദേശീയവാദത്തിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ധാരയ്ക്ക് കേരളത്തിലെ കോൺഗ്രസിനിടയിൽ ഒരു അപ്പർ ഹാൻഡിലേക്ക് വരാൻ പറ്റാത്തതിന് കാരണം ഇവിടുത്തെ ഈ ഭയങ്കര ശക്തമായ ക്രിസ്ത്യൻ സമൂഹത്തോടും നായർ സമുദായവും അവരോടുള്ള ദൃഢമായ രാഷ്ട്രീയ ബന്ധമാണ്, രാഷ്ട്രീയവും സാമുദായികവുമായ ബന്ധമാണ്. മറ്റുള്ളവരെ കൗണ്ട് ചെയ്തെടുക്കണമെന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഇപ്പോഴും അവർക്കുണ്ടായിട്ടില്ല. അല്ല, ഞാൻ അതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഈ സതീശൻ വാസ്തവത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇപ്പോൾ ജാതി സെൻസസ് നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിമാൻഡ്സ് കണ്ടില്ല, അതിനെയൊക്കെ അംഗീകരിക്കുന്നൊരു കോൺഗ്രസ് ലീഡറാണോ? അങ്ങനെയൊന്നും അല്ലെന്ന് തോന്നുന്നു. അതൊന്നും അംഗീകരിക്കും. കേരളത്തിൽ അത് രണ്ടും മിണ്ടാൻ പോകുന്നില്ല അവർ ആരും. ജാതി സെൻസസിൻ്റെ കോൺഗ്രസിലെ ഒരു ലീഡറും അതിനെക്കുറിച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അത് കർണാടകത്തിലും തെലുങ്കാനയിലും ഒക്കെ ഉള്ളു. ഇവിടെ പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു അതിന് കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ഒരു ഈ ഒലിഗാർക്കി സമുദായങ്ങൾ നമ്മൾ പറയുന്ന ആ സമുദായങ്ങളുടെ ആ ഒരു നിർണായക സ്വാധീനം തന്നെ അത് തന്നെയാണ് കാരണം. പക്ഷേ ഈ സ്വാധീനം ഒരു സത്യം പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് ചെയ്യാവുന്നതാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്. അത് വെറുതെ പറയും. ഇപ്പം കർണാടക എത്രയോ BJP എത്ര ഭയങ്കരമായിട്ട് ഭരിച്ചിരുന്ന സ്ഥലം.
അവിടെയാണ് ഈ ഹെയ്റ്റ് രൂപീകരണം മുഴുവൻ നടന്നത്. ഈ പശുക്കൊല നടന്നതും വന്ദേമാതരം പാടിപ്പിക്കൊണ്ട് മുസ്ലിങ്ങളെ കൊല്ലുക അടക്കം ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് നടന്നതല്ല. അവിടെ ഇപ്പം അടച്ചു കൂട്ടിക്കളഞ്ഞു അവർ, ഒരു വിധത്തിലും ഇല്ലാതെ ആക്കി കളഞ്ഞു. രാത്രി മാത്രമല്ല, വളരെ ശക്തമായൊരു മതേതര പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അംബേദ്കറേറ്റ് മതേതര പൊളിറ്റിക്സിൻ്റെ സ്ഥാനമുള്ള നാടായി കഴിഞ്ഞു. അതിനർത്ഥം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതുപോലത്തെ കാര്യം ബാധ്യ സെൻസസ് എന്നൊക്കെ പറയുന്നത് വേണേൽ എടുക്കാം. പക്ഷേ ഇവർ എടുക്കുമെന്നുള്ളത് ഇടതുപക്ഷത്തിന് അത് ആവശ്യമില്ല. കാരണം അവരുടെ പൊളിറ്റിക്സ് തന്നെ സമ്മർദ്ദത്തിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായ സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും സമ്മർദ്ദ ശക്തിയായിരിക്കണം ഞങ്ങൾ. പക്ഷേ ഇടതുപക്ഷത്തിനും ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ അവരുടെയും രൂപീകരണം കഴിഞ്ഞ 10-20 വർഷമായിട്ട് അവരുടെയും മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അതും അയഞ്ഞു മാറിയിട്ടുണ്ട്. അതാ വേറെ 2 വശത്തും അയഞ്ഞു മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം സണ്ണി പുറത്തേക്ക് പോയി, സണ്ണീനെ പരിഗണിച്ചില്ല എന്ന് പറയുന്നത് അത് നമ്മൾ ഒന്നാമത്തെ പ്രസാദിൻ്റെ പേര് സണ്ണിയെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് ആദ്യം, അല്ലെങ്കിൽ നമ്മളെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സണ്ണിയെ മാത്രമല്ല, ഇപ്പോൾ CK ജാനു ഒരു അസോസിയേറ്റ് മെമ്പറായിട്ട് പോലും CK ജാനുവിനെ അവർ പരിഗണിച്ചു. ആദ്യമായിട്ട് കുറ്റപ്പെടുത്തേണ്ട അവരെ തന്നെയാണ്. കാരണം അത്ര സുഗമമായിട്ട് അവർ വിജയിക്കുമെന്ന് അവരുടെ ഈ അമിത പ്രതീക്ഷയാണ് ഇതിന് കാരണം. സവർണ സമുദായങ്ങൾ എത്രമാത്രം ഇവർ സഹായിക്കും? അതെ, വെറുതെ പറയുന്നല്ലോ. അല്ല, പലപ്പോഴും വോട്ടിങ്ങിന്റെ പാറ്റേൺ ഒക്കെ പിന്നീട് പല ആളുകളും പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് പലപ്പോഴും ഈ സവർണ സമുദായങ്ങൾ കൂടുതലായിട്ട് BJP അത് നമ്മൾ ട്രിവാൻഡ്രത്തെയും ഒക്കെ കണ്ടല്ലോ. പക്ഷെ BJPയുടെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. അത് കുറയുകയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇവർ അധികാരത്തിൽ വരുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല സാധ്യതയായിരുന്നു അഖിലേന്ത്യാ പൊളിറ്റിക്സിൻ്റെ ഒരൊപ്പം നിൽക്കുക. കുറച്ചൊക്കെ അഖിലേന്ത്യാ പൊളിറ്റിക്സ് എന്ന് പറയുന്നാൽ അങ്ങനെ ഒന്നും നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു ഇൻക്ലൂസിറ്റിവിൻ്റെ രാഷ്ട്രീയം ഇവർക്ക് പറയാൻ ശ്രമിക്കുകയും അത് സ്ഥാപിച്ചു കൊടുക്കേണ്ടതില്ലേ? അതെ, അവർ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ. ഇതിനെന്താണ് വൈക്കം തോക്കാൻ പോകുന്നൊരു മണ്ടല്ലോ അവരുടെ സംബന്ധിച്ച്. ഒരു മുഖമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ എത്ര നാൾ ആവർത്തിക്കും? വളരെ മോശപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനത്തിലൂടെ അതിൻ്റെ ഒരു കുറച്ച് ഫലം അവർ അതിൻ്റെ എന്ന് പറയുക നന്നായിട്ട് രാഷ്ട്രീയ ഡെമോക്രസിയെ പറ്റി ചിന്തിക്കുന്നവരുടെ ഇടയിൽ അവരുടെ മുഖം ചീത്തയായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.